ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം അതിങ്ങനെ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. NDA മികച്ച ഭൂരിപക്ഷത്തിലേക്ക് 200 കടന്നുകൊണ്ട് NDAയുടെ ആ സീറ്റ് വർധന കടക്കുമ്പോൾ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നു. BJPയുടെ അതിശയകരമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാകുന്നു ബീഹാറിൽ എന്നുള്ളതാണ്. അതേസമയത്ത് തന്നെ നേരത്തെ കോൺഗ്രസ് 1 വരെ ചുരുങ്ങിപ്പോകുന്ന കോൺഗ്രസിന്റെ സീറ്റ് നില നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴത് 5 ഉയർന്നിരിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. P. ബസന്ത് വിശദാംശങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സീറ്റ് നില ലീഡിംഗ് മാറി മറിയുമ്പോൾ ഏതു നിലയിലേക്ക് എത്തുന്നുണ്ട്? അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് 5 എത്താൻ സാധിക്കുന്നു. അങ്ങനെ ഏത് നിലയിലേക്ക് എത്താൻ സാധിക്കുന്നു? ഒപ്പം തന്നെ RJDക്കും ഇപ്പോൾ BJP NDAയിലെ BJP JDU സഖ്യം ഇപ്പോൾ 202 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വിവരം. BJPക്ക് 91, JDUവിന് 83, LJPക്ക് 19 എന്നുള്ള നിലയിലാണ്. അതേസമയം RJDക്ക് 27, കോൺഗ്രസിന് 5 എന്നുള്ളതാണ് നില. ഇടത് പാർട്ടികൾക്ക് 3 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇതിൽ കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ മോശമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ RJDയുടെ പ്രകടനവും വളരെ മോശമായാണ് തുടരുന്നത്. അതായത് പ്രതീക്ഷിച്ച സീറ്റുകളൊന്നും തന്നെ RJDക്ക് ലഭിക്കുന്നില്ല. 70 മുതൽ 100 വരെ സീറ്റുകൾ മഹാസഖ്യത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെയാണ് ഇപ്പോൾ വലിയ തകർച്ചയിലേക്ക് ഈ 2 കക്ഷികളും നീങ്ങുന്നത്. കോൺഗ്രസും RJDയും തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച പ്രധാന വിഷയങ്ങളൊന്നും തന്നെ അവിടെ ജനങ്ങൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. കോൺഗ്രസിൻ്റെ പ്രകടനത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇന്ന് നെഹ്റുവിൻ്റെ ജന്മദിനാചരണമാണ്. ആ ദിവസം കോൺഗ്രസിനേറ്റ പരാജയം ചെറുതല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്നും ശശി തരൂരും ദിഗ്വിജയ് സിംഗും ഇപ്പോൾ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആത്മപരിശോധന നടത്തണം. അതോടൊപ്പം തന്നെ ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ബൂത്ത് തലത്തിലാണ്, അല്ലാതെ പൊതുയോഗങ്ങളും റാലികളുമല്ല എന്നുള്ള പരസ്യ വിമർശനങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിജയത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ടുള്ള ഒരു ട്വീറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ മികച്ച ഭരണവും വികസനവുമാണ് NDA സഖ്യത്തിനെ വിജയത്തിലെത്തിച്ചത് എന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി BJP ഓഫീസിൽ ഒരു വലിയ ആഹ്ലാദ പ്രകടന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു പൊതുയോഗമുണ്ട്. അതിൽ പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ബസന്ത്, ഇവിടെ അന്ന് സർവേ ഫലം വന്ന ദിവസം, അതായത് എക്സിറ്റ് പോൾ സർവേ ഫലം വന്ന ദിവസം നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ആ സമയത്ത് പോലും ഒരു സർവേയിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വിജയപരാജയം ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. അതായത് മഹാസഖ്യത്തിന് വിജയിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു 50-ൽ കുറവ് സീറ്റൊന്നും ഒരിടത്തുമില്ല, 100 കടക്കാൻ പാടുപെടുന്നു എന്ന തരത്തിലുള്ള സർവേ ഫലം വന്നു. അതുപോലെ തന്നെ NDAക്ക് ആയിക്കോട്ടെ ഈ തരത്തിലൊരു വിജയം ഉണ്ടാകുമെന്ന ഒരു സർവേക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത വണ്ണത്തിലുള്ളൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. 167 സീറ്റ് വരെ വരും എന്നുള്ളൊരു പ്രവചനമുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പ്രശാന്ത് കിഷോറിൻ്റെ ജനസുരാജ് പാർട്ടി ഏകദേശം 6% വോട്ടുകളിലേക്ക് വരുന്നു എന്നുള്ളൊരു സൂചനയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 5 മുതൽ 6% വരെ ലഭിച്ചേക്കുമെന്നുള്ള സൂചന. അങ്ങനെയാണെങ്കിൽ ഈ NDA വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിന് ജനസുരാജ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണുള്ളത്. അതായത് NDAക്ക് എതിരെയുള്ള വോട്ടുകൾ ചിതറുന്നതിനോടൊപ്പം തന്നെ NDA അല്ലെങ്കിൽ നിതീഷ് കുമാർ സർക്കാർ നടപ്പാക്കിയ സ്ത്രീ കേന്ദ്രീകൃത, വനിതാ കേന്ദ്രീകൃത ജനക്ഷേമ പരിപാടികൾ വോട്ടുകൾ അവർക്ക് കൊണ്ടുവന്നു എന്നുള്ള തന്നെയാണ് വിലയിരുത്തൽ. ജാതി മത വിശ്വാസങ്ങൾക്കപ്പുറം ആ വോട്ടുകൾ ഒന്നിച്ചു, വനിതാ വോട്ടുകൾ ഒന്നിച്ച് NDAയിലേക്ക് വന്നു എന്നുള്ളതാണ്. ജാതി സമവാക്യങ്ങളാണ് ബീഹാറിൽ വോട്ട് നിശ്ചയിക്കുന്നത്. പക്ഷേ ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത ജാതിക്കും മതത്തിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് ബീഹാർ മാറുന്നുവോ എന്നുള്ള ഒരു വലിയ ഒരു ചോദ്യമാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. അതായത് സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ ജനക്ഷേമകരമായ പദ്ധതിക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് ബീഹാറിൽ കാണുന്നത്. മാത്രമല്ല കഴിഞ്ഞ 20 കൊല്ലത്തെ നിതീഷ് കുമാർ ഭരണത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ചിലപ്പോൾ ചെറുതായിരിക്കാം, പക്ഷേ ആ വലിയ മാറ്റങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പുറത്തുനിന്ന് പോകുന്നവർക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിലും അവിടെ ഉള്ള ജനങ്ങൾക്ക് ആ മാറ്റം ചെറിയതാണെങ്കിൽ പോലും ആ വികസനം കാണുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ വസ്തുത. അത് കാണാതിരുന്നിട്ട് കാര്യമില്ല.
എല്ലാ സംസ്ഥാനത്തുമുള്ള പോലുള്ള പ്രശ്നങ്ങൾ ബീഹാറിലും ഉണ്ടെങ്കിലും അത് പുറത്തേക്ക് വരുമ്പോൾ അത് പെരുപ്പിച്ച് കാണപ്പെടുന്നു എന്നുള്ളതാണ്. ബീമാരു സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ സംസ്ഥാനം ബീഹാറായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ വളരെ മുമ്പേ തന്നെ വികസിച്ച് മുമ്പിലോട്ട് അതിന് ആ ഒരു പട്ടികയിൽ നിന്നൊക്കെ പുറത്തു പോകുമ്പോഴും ബീഹാർ ഇപ്പോഴും പിന്നോക്കമായ പ്രദേശം തന്നെയാണ്. പക്ഷേ അവിടെ നിതീഷ് കുമാർ വന്ന ശേഷമുള്ള ചെറിയ മാറ്റങ്ങൾ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു വശം. അത് പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർക്ക് അവരെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 20 കൊല്ലമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ NDAക്ക് അനുകൂലമായ വികാരമാകുന്നു. നരേന്ദ്രമോദി എന്നൊരു ഘടകം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലെ വസ്തുത. മോദിയുടെ ഒരു പ്രഭാവം ആ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും പങ്കെടുത്ത പൊതുയോഗങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളുടെ വലിയ തോതിലുള്ള പ്രാതിനിധ്യം, അതോടൊപ്പം തന്നെ പഴയ ലാലു പ്രസാദ് യാദവിൻ്റെ RJDയുടെ ഭരണകാലത്തുള്ള ജംഗിൾ രാജ് എന്ന് പറയുന്ന ആ ഗുണ്ടാ ഭരണത്തിനെതിരെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ, അത് ഒരു പരിധിവരെ അവിടെയുള്ള എപ്പോഴാണ് ഈ ജംഗിൾ രാജ് അല്ലെങ്കിൽ എപ്പോഴാണ് ആ ഭരണം നടന്നത്? എത്ര പതിറ്റാണ്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോഴും അത് ആ തരത്തിൽ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് RJDക്കോ ഒപ്പം തന്നെ മഹാസഖ്യത്തിനോ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അത് പറയുമ്പോൾ ജനം അതിനെതിരെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥ അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. അതിന് RJDയുടെ വോട്ട് ബേസിലേക്ക് നോക്കണം. RJDയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ലാലു പ്രസാദ് യാദവും ഒക്കെ നിതീഷ് കുമാറുമൊക്കെ ബീഹാർ പോലൊരു സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ ആവശ്യമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ഒരു ബൈ പ്രോഡക്ട്സ് ആണ് നിതീഷും പസ്വാനും ലാലു പ്രസാദും ഒക്കെ. പക്ഷേ അതിനുശേഷം അവർ പിന്തുടർന്ന ഒരു രാഷ്ട്രീയം, അത് ആണ് ഈ പറയുന്ന ഗുണ്ടാരാജിലേക്ക് എത്തിയത്. അങ്ങനെ വരുമ്പോൾ RJD എന്ന് പറയുന്ന ഒരു പാർട്ടി പിന്നീട് രൂപം കൊണ്ട് വരുമ്പോൾ ഒരു ഗുണ്ടായുസത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വന്നു. യാദവ മുസ്ലിം വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് ആ മതിലിൽ തട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും. കഴിഞ്ഞ ഒരുപക്ഷെ 20 കൊല്ലമായി ആ വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വോട്ട് ബേസിനപ്പുറത്ത് പോയി കൂടുതൽ വിഭാഗങ്ങളെ ഒപ്പം ചേർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ലാലു പ്രസാദിനോ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ തേജസ്വിക്കോ കഴിയാത്തൊരു സാഹചര്യം. തേജസ്വി യുവാവായിട്ട് പോലും ആ തരത്തിൽ ഒരു ആകർഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ജാതി സമവാക്യങ്ങൾ തന്നെയാണ് ബീഹാറിൽ വളരെയധികം വേരൂടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന യാദവൻ എന്ന് പറയുന്ന മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനേക്കാൾ അപ്പുറത്തേക്ക് മാറി മറ്റേതെങ്കിലും വിഭാഗങ്ങളെ, കുറുമികളെയോ അല്ലെങ്കിൽ മല്ല ഇപ്പോൾ ഒപ്പം ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ഒറ്റ സീറ്റ് പോലും ലഭിക്കാതെ വരുമ്പോൾ മല്ല സമുദായക്കാരും NDAക്കൊപ്പം നിന്നു എന്ന് വേണം കരുതാൻ. നേതാവ് അപ്പുറത്ത് പോയി എന്നുണ്ടെങ്കിൽ പസി വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് അവർക്കല്ലാതെ അവരുടേതായ വിഷയങ്ങളുണ്ട് NDAക്കെതിരായിട്ട് വോട്ട് ചെയ്യാൻ. പക്ഷേ അതുപോലും ഒരുപക്ഷെ ഇവർക്ക് കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. OWൈസിയുടെ സാന്നിധ്യം സീമാഞ്ചലിൽ മുസ്ലിം വോട്ടുകൾ ചിതറിച്ചപ്പോൾ ആ മേഖലയിലും NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. അപ്പോൾ RJDയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഈ RJD പ്രവർത്തകർ ഗുണ്ടായുസത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഇതെല്ലാം കൂടി വന്നപ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടം, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം, തട്ടിക്കൊണ്ടുപോകൽ, കൊല, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു തലമുറയ്ക്ക് അത് മറക്കാൻ കഴിയാത്തൊരു വിഷയമായി മാറുന്നു എന്നുള്ളതാണ്. പുതിയ തലമുറയിൽപ്പെട്ടവർ ചിലപ്പോൾ ഇതൊന്നും അവർ ഓർക്കുന്നുണ്ടാവില്ല. പക്ഷേ അവരുടെ അച്ഛനമ്മമാർ ഇതൊക്കെ പറഞ്ഞു കേട്ടൊരു അറിവ് അവർക്കുണ്ടാകാം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ കമ്മ്യൂണിറ്റിക്കകത്തൊക്കെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു ചെറിയ മിനിമം കൂലി പോലും നേരെ ചൊവ്വേ നടപ്പാക്കാത്ത ഒരു സംസ്ഥാനത്ത് പോയി നിങ്ങൾ SIR അല്ല പറയേണ്ടത്, അവൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് പറയേണ്ടത്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾക്കപ്പുറമുള്ള സാങ്കേതികമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് ഏതെങ്കിലും പാർട്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും എന്ത് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ബസ് അതാണ് ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ പ്രതികരണം വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലയിൽ എല്ലാ പഴിയും ചാരിക്കൊണ്ടുള്ള പ്രതികരണമൊക്കെ വരികയാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി കുറെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുകയും തെളിവുകളായി മുന്നോട്ട് കൊണ്ടുവരിക ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കുറെ ടെക്നിക്കലായിട്ട് മാത്രം അതിനെ സാങ്കേതികപരമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ടോ അവിടെയുള്ള ജനങ്ങളുടെ ഒരു ജനകീയ പ്രശ്നമായിട്ടോ ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ കോൺഗ്രസിനോ മഹാസഖ്യത്തിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം. തീർച്ചയായും ഇതൊരു ജനങ്ങളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ലല്ലോ. ഇതൊന്നും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല SIR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വോട്ടർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഒരു ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളുടെയും നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല.
അവിടെ അവർ നേരിടുന്ന മറ്റു വിഷയങ്ങളുണ്ട്. അത് തൊഴിലില്ലായ്മയാണ് എന്നുള്ളത് തേജസ്വി യാദവ് വളരെ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള പ്രചരണം നടത്തുന്നു. പക്ഷേ അപ്പോഴും കോൺഗ്രസ് ഈ പറയുന്ന ഒരു മായാലോകത്താണ് ജീവിക്കുന്നത്. SIR തുടങ്ങി ഈ പാർട്ടിക്ക് പുറത്തുള്ള ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറേ ബുദ്ധിജീവി സംഘങ്ങൾ, അങ്ങനെ തന്നെ പറയാം, നമുക്ക് കുറേ ബുദ്ധിജീവി സംഘങ്ങളുണ്ട് ഇവിടെയൊക്കെ. 5 സ്റ്റാർ ഹോട്ടലുകളിൽ ജീവിതം, 5 സ്റ്റാർ ജീവിതം നയിക്കുന്ന ബുദ്ധിജീവികളായിട്ടുള്ള കുറേ പേർ ഉന്നയിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, ജാതി സെൻസസ്, അതുപോലെ തന്നെ ഈ SIR, ഇങ്ങനെ ചില പ്രശ്നങ്ങൾ, വിവരാവകാശ നിയമം ഇല്ലാതാക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങളാണെന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് ഇന്നത്തെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് താല്പര്യമെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ചെറുപ്പക്കാർ എന്തുകൊണ്ട് ബീഹാറിൽ നിന്നും പുറത്തേക്ക് പോകുന്നു, ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അതിനോട് സമരസപ്പെട്ട് അവരുടെ സമരത്തിനോടൊപ്പം നിൽക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി വരുന്നു എന്നുള്ളതാണ്. പ്രശാന്ത് കിഷോർ അവിടെ ഒരു പത്രസമ്മേളനത്തിൽ ചോദിച്ചാണ്, ഈ നോൺ ഇഷ്യൂവുമായിട്ട് എന്തിനാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് അവിടുത്തെ ബീഹാറിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകണം, ഇതെന്താണെന്നുള്ളത്. ഇത് മനസ്സിലായാൽ മാത്രമല്ലേ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രതിരോധം ചമയ്ക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു മറ്റേതോ ലോകത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണുള്ളത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ബീഹാറിലെ പരാജയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് പ്രതികരണങ്ങൾ വരുമ്പോഴും പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ട് ഇതിനൊരു റിയാക്ഷൻ വന്നിട്ടില്ല. ഒന്നിൽ തോൽവി സമ്മതിക്കണം, അന്തസ്സോടുകൂടി തോൽവി സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ ജനവിധി അംഗീകരിക്കുന്നു എന്ന് പറയണം. ഇല്ലെങ്കിൽ ഇതിനുള്ള കാരണങ്ങൾ പറയുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉത്തരവാദിയെങ്കിൽ അത് പറയുക. ഇപ്പോൾ അഖിലേഷ് യാദവ് അത് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് SIR ആണ് പ്രശ്നം എന്നുള്ളത് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി കഴിഞ്ഞു. യശ്വന്ത് സിൻഹ കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ദിഗ്വിജയ് സിംഗും അത് പറയുന്നുണ്ട്. ഈ SIR അതുപോലെ തന്നെ EVM പ്രശ്നമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ജയിക്കുന്നിടത്തൊക്കെ EVM പ്രശ്നമില്ലാതിരിക്കുകയും തോക്കുന്നിടത്ത് EVM പ്രശ്നമാകുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു വൈരുദ്ധ്യമാണ് കോൺഗ്രസിൻ്റെ അകത്ത് വരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം മല്ലികാർജ്ജുന ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും തന്നെ ഇതുവരെ ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇവർ രണ്ടുപേരും, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിദേശത്താണ് എന്നാണ് അറിയുന്നത്. മടങ്ങിയെത്തുമ്പോൾ ചിലപ്പോൾ പ്രതികരണം ഉണ്ടായേക്കും. അതിൽ ഏറ്റവും വലിയൊരു നിർണായക ഇതെന്ന് പറയുന്നത് ഇന്ന് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. അതിൻ്റെ ആഘോഷ പരിപാടികൾക്ക് ഇവർ രണ്ടുപേരും പങ്കെടുത്തിട്ടില്ല. ആ ദിവസം തന്നെയാണ് കോൺഗ്രസ് 5ലേക്ക് ചുരുങ്ങുന്നത്. അതിങ്ങനെ മാറി കളിക്കുന്നുണ്ട്, 2 ആകുന്നുണ്ട്, 5 ആകുന്നുണ്ട്, ഒന്നുമായി. തീർച്ചയായിട്ടും ഒന്നുമായില്ല, അത് തന്നെയാണ് പറയേണ്ടത്. കോൺഗ്രസ് ഒന്നുമായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. SIR, വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ജനങ്ങൾ കണ്ടില്ല എന്ന് തന്നെയുള്ളതാണ് യാഥാർത്ഥ്യം.